ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ പേഷ്യൻ്റ് ഹാസ് എ FeV1 FVC റേഷ്യോ ഓഫ് 70%. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഓപ്ഷൻസ്: നോർമൽ ലങ് ഫംഗ്ഷൻ, ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്, റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ്, മിക്സഡ് ലങ് ഡിസീസ്. ഇത് ആക്ച്വലി പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ഒരു ടോപ്പിക്കാണ്. എങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട, ഇതിനകത്ത് തന്നിരിക്കുന്ന ടേമുകൾ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത് തരുവാൻ ശ്രമിക്കുകയാണ്. ആദ്യം FeV1 അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ FVC. നമ്മൾ VC എന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം, അത് വൈറ്റൽ കപ്പാസിറ്റി എന്നുള്ളതാണ്. അതിനെ ഒന്നുകൂടി ചേർത്ത് പറയുമ്പോൾ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നു. എന്താണ് ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? മാക്സിമം ഇൻസ്പിറേഷൻ ചെയ്തതിന് ശേഷം ഒരു മാക്സിമം എക്സലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് എയറിനെ നമുക്ക് പുറത്ത് വിടാൻ പറ്റും എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എന്നുള്ള കാൽക്കുലേഷനാണ് വൈറ്റൽ കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്നുകൂടി പറയുന്നു. ഇനി അടുത്തത്, നമ്മളൊരു എക്സ്പിറേഷൻ മാക്സിമം എടുത്ത് മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 3 സെക്കൻഡ് ആണെന്ന് കരുതുക. ഒരു മാക്സിമം ഇൻസ്പിറേഷൻ എടുത്തു, അതിൻ്റെ സമയം നോക്കുന്നില്ല. പക്ഷെ മാക്സിമം എക്സ്പിറേഷൻ എടുത്ത് മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പുറത്ത് കളയാൻ വേണ്ടി എടുക്കുന്ന സമയം ഒരു 3 സെക്കൻഡ് ആണെന്ന് കരുതുക. ഈ 3 സെക്കൻഡ് എന്ന് പറയുന്നതിനകത്ത് ആദ്യ സെക്കൻഡിൽ എത്ര പെർസെൻറ്റേജ് എയറിനെ പുറത്തേക്ക് കളയാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാൽക്കുലേഷനാണ് FeV1 എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ ഏകദേശം 70% പുറത്തു പോയി, അല്ലെങ്കിൽ 80% പുറത്തു പോയി, അല്ലെങ്കിൽ 90% പുറത്തു പോയി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 5 ലിറ്ററോളം ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് കരുതുക. ഈ 5 ലിറ്ററോളം വൈറ്റൽ കപ്പാസിറ്റി ഉള്ള വ്യക്തി എക്സ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് 3 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആദ്യ സെക്കൻഡിൽ തന്നെ 4 ലിറ്ററിനെ പുറത്തേക്ക് കളയാൻ കഴിയുന്നെങ്കിൽ ഈ റേഷ്യോ എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. 4/5 × 100. 4/5 × 100 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 80% എന്ന് കിട്ടും. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് 80% എന്ന് കിട്ടും. ഇതേ സാഹചര്യം തന്നെ നമുക്ക് വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്ന എയർ എന്ന് പറയുന്നത് ഏകദേശം 3 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്ററേ ഉള്ളൂ എന്ന് കരുതുക. 2.5 ലിറ്റർ ഡിവൈഡഡ് ബൈ വൈറ്റൽ കപ്പാസിറ്റി 5 ആണ്. അപ്പോൾ × 100 കൊടുക്കുമ്പോൾ നമുക്ക് 50% എന്ന് കിട്ടും. പിടിയിട്ടുള്ള കാൽക്കുലേഷൻ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 70% അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. നോർമലി ഒരു 80% മുകളിലാവണം എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇവിടെ 70% എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവാണ്. ഇവിടെ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റൽ കപ്പാസിറ്റിക്ക് അത് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. അകത്തോട്ടെടുക്കുന്ന എയറിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അത് 5 ലിറ്റർ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് എയർ വിടാൻ നേരം എയറിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം COPD പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ 2 കാരണങ്ങൾ കൊണ്ട് COPD വരാം. ഒന്ന് ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ്. ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും എയർ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ലങ്സ് മാക്സിമം ഡയലേറ്റ് ചെയ്യും, ബ്രോങ്ക്യോൾസ് എല്ലാം ഡയലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് മാക്സിമം എയർ അകത്തേക്ക് കയറുന്നുണ്ട്. അതുകൊണ്ട് അകത്തെത്തുന്ന എയറിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഫസ്റ്റ് സെക്കൻഡിൽ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് എയറിനെ പുറത്ത് കളയാൻ ശ്രമിക്കുന്നു എന്നുള്ളതിലാണ് പ്രശ്നം വരുന്നത്. പുറത്തേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പുറത്തേക്ക് കളയാൻ കഴിയില്ല. ആദ്യ സെക്കൻഡിൽ 4 ലിറ്റർ പുറത്ത് പോകേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്ററൊക്കെ പുറത്ത് പോകുകയുള്ളൂ. അതിന് കാരണം നമ്മൾ ഈ പറഞ്ഞ കൂട്ടി ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഇൻഫ്ലമേഷനെ ആദ്യം ഒരു വികാസം, അകത്തേക്ക് എയർ എടുക്കുന്ന സമയത്ത് വികാസം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ പുറത്തേക്ക് എയർ തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ ഇൻഫ്ലമേഷൻ കാരണം വളരെ ഈസി ആയിട്ട് പുറത്തോട്ട് പോകുന്ന ആ പ്രോസസ്സ് നടക്കാതെ വരുന്നു. അപ്പോൾ ആദ്യ സെക്കൻഡിൽ നോർമലായിട്ട് എല്ലാവരും പുറം തള്ളുന്ന അത്രയും എയറിനെ ഇവർക്ക് പുറത്ത് കളയാൻ കഴിയുന്നില്ല എന്നർത്ഥം. രണ്ടാമത്തെ ഒരു ഫാക്ടർ എംഫിസിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. ആൽവിയോളാർ വോള് റപ്ചർ ആവുകയും 2, 3, 4 ആൽവിയോള ചേർന്ന് ഒറ്റ സാക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അത് ഫങ്ഷൻലെസ് ആണ്, അത് പ്രവർത്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി പോയി.
ഡാമേജ് ആയി പോയി എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അവിടെ എല്ലാം എയർ ട്രാപ്പ് ചെയ്യും. അവിടെ കടന്നുകൂടുന്ന എയർ പുറത്തേക്ക് പോകാൻ വീണ്ടും സമയം എടുക്കും. ആദ്യ സെക്കൻഡിൽ ഇത് പുറത്തു പോകില്ല. അതൊരു ഡെഡ് സ്പേസ് ആയിട്ട് നിലനിൽക്കും. അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ പോലും ഉണ്ടാകുന്ന പ്രശ്നം ആദ്യ സെക്കൻഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും എയറിനെ പുറത്തേക്ക് കളയാൻ കഴിയില്ല. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി 5 ലിറ്ററായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യ സെക്കൻഡിൽ ചിലപ്പോൾ 3-3.5 ലിറ്ററിനെ മാത്രമേ പുറത്തേക്ക് കളയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 3.5 ഡിവൈഡഡ് ബൈ 5 എന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഒരു 70% അടുപ്പിച്ചായിരിക്കും. അപ്പോൾ 70% എന്ന് പറയുന്ന വാല്യൂ കിട്ടുമ്പോൾ തന്നെ മനസ്സിൽ ഊഹിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്താണെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ്. റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേതിന്റെ കേസിൽ നമ്മൾ അകത്തോട്ട് എയർ എടുക്കുന്നുണ്ടല്ലോ. ഈ അകത്തോട്ട് എയർ എടുക്കുന്നതിന് അത് പ്രശ്നമില്ല. അകത്തേക്ക് എയർ എടുക്കുന്ന സമയത്ത് നോർമലി തന്നെ ഈ പറഞ്ഞ എയർവേസ്, ബ്രോങ്ക്യോൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡയലേറ്റ് ചെയ്യുകയും ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയും മാക്സിമം എയറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലങ്സിലെത്തുന്ന എമൗണ്ട് ഓഫ് എയറിനകത്ത് പ്രശ്നമില്ല. പക്ഷേ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിന്റെ എക്സാമ്പിൾ പറയുന്നത് പൾമണറി ഫൈബ്രോസിസ് പോലുള്ള അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു കേസ് എടുക്കുക, പൾമണറി ഫൈബ്രോസിസ് എടുക്കുക. ഫൈബ്രോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ തിക്കായിട്ട് കട്ടി പിടിച്ചിരിക്കുകയാണ്. എയർ അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഈ പറയുന്ന ഡയലറ്റേഷൻ ഒന്നും അവിടെ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ നോർമലി 5 ലിറ്റർ എയർ അകത്തെത്തേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ അല്ലെങ്കിൽ 3.5 ലിറ്റർ ഒക്കെ അവിടെ എത്തത്തുള്ളൂ. ഒരു 3 ലിറ്ററേ അകത്ത് എത്തുന്നുള്ളെങ്കിൽ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ലേബലില് നമുക്ക് 3 ലിറ്ററല്ലേ പുറത്തേക്ക് കളയാനും പറ്റത്തുള്ളൂ. അതിനപ്പുറം എന്ത് കളയാൻ പറ്റും? പറ്റില്ല. അപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന എയറിന്റെ അളവ് കുറവാണ്. അപ്പോൾ അവരുടെ വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞു പോയി. വൈറ്റൽ കപ്പാസിറ്റി പോലും നിൽക്കുന്നത് ഏകദേശം ഒരു 3.5 ലിറ്ററേ ഉള്ളൂ. പിന്നെ ഇനി എത്ര ഫസ്റ്റ് സെക്കൻഡിൽ പോകുന്നു എന്ന് നോക്കണം. ഫസ്റ്റ് സെക്കൻഡിൽ ചിലപ്പോൾ പുറത്തേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 3 ലിറ്ററോളം പുറത്തേക്ക് കളയാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ 3/3.5 അല്ലെങ്കിൽ 3/4 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? ചിലപ്പോൾ ഒരു 75 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 85% ഒക്കെ കിട്ടും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ലങ് ഡിസീസ് ഉണ്ട്, പക്ഷെ ഈ റേഷ്യോ എന്ന് പറയുന്നത് 80-നേക്കാൾ ഉയർന്നു നിൽക്കുകയോ അല്ലെ 80-നോട് അടുത്ത് നിൽക്കുകയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസിനെയാണ്. കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ താഴത്തെ വാല്യൂ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ താഴത്തെ വാല്യൂ എന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയെ കുറഞ്ഞു നിൽക്കുകയാണ്, ലങ്സിലേക്ക് പ്രവേശിക്കുന്ന എയറെ കുറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ റേഷ്യോ കണ്ടെത്തുന്ന സമയത്ത് ഒരു പക്ഷേ 80, 85, 90 എന്നൊക്കെ നമുക്ക് കിട്ടിയെന്നിരിക്കും. അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സെക്കൻഡിലെ പുറത്തേക്ക് വിടുന്ന എത്തുന്ന എയറിൽ മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ തന്നെ പുറത്തേക്ക് വിടാൻ വേണ്ടി കഴിയും. കാരണം അവിടെ ഇൻഫ്ലമേഷൻ ഇല്ല, പകരം ഫൈബ്രോസിസ് ആണ്. അങ്ങനെ ഒരു തടസ്സം പുറത്തേക്ക് പോകാൻ വേണ്ടി ആരും തന്നെ സൃഷ്ടിക്കുന്നില്ല അവിടെ. പക്ഷെ പ്രവേശിക്കാനാണ് പാട്. പ്രവേശിക്കാൻ പാടുപെടുന്ന സമയത്താണ് അത്തരത്തിലുള്ള ഡിസീസിനെ അല്ലെങ്കിൽ ലങ് ഡിസീസിനെ നമ്മൾ പറയുന്ന പേരാണ് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ്. പിടിയിട്ടില്ലേ? പുറത്തേക്ക് വിടാൻ നമ്മൾ പാടുപെടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ടും കേട്ട് മനസ്സിലാക്കി വെക്കുക, എങ്കിലേ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതിന്റെ 3 പാരാമീറ്റേഴ്സ് കൂടി ഇനി വേറെ പറയാനിരിക്കുന്നു. പക്ഷേ ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. ഈ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരാൾക്ക് മാക്സിമം എമൗണ്ട് ഓഫ് എയർ അകത്ത് എടുത്തതിന് ശേഷം എത്ര എമൗണ്ട് ഓഫ് എയറിനെ പുറത്ത് കളയാൻ പറ്റും എന്നുള്ളതാണ്. 3 സെക്കൻഡ് കൊണ്ട് നമുക്ക് പുറത്ത് കളയാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് എയർ 5 ലിറ്റർ ആണെന്ന് കരുതുക. പക്ഷേ ഫസ്റ്റ് സെക്കൻഡിൽ എത്ര പോകുന്നു എന്ന് ഉള്ള കാര്യമാണ് FEV1 എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്കൻഡ് 4 ലിറ്റർ പോകുന്നുണ്ടെങ്കിൽ 4/5 × 100 എന്ന് പറയുന്നതാണ് അയാളുടെ ഈ റേഷ്യോ എന്ന് പറയുന്നത്. 80% അതിന് മുകളിലും ആയിരിക്കണം. പക്ഷേ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ആദ്യ സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്ന എമൗണ്ട് ഓഫ് എയർ കുറവായിരിക്കും.
അപ്പോൾ ഈ റേഷ്യോ നോക്കുന്ന സമയത്ത് 80% താഴെയായിരിക്കാം, ചിലപ്പോൾ 70, 60, 50 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്, ആ കൂട്ടത്തിൽ വരുന്ന COPD, എംഫിസിമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് പോലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ താഴത്തെ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി തന്നെ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അവിടെ ലങ്സിനോ ബ്രോങ്കിയോൾസിനോ വികാസം ഉണ്ടാകുന്നില്ല. ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്ന എയർ തന്നെ കുറവാണ്. അത് 3 ലിറ്റർ അല്ലെങ്കിൽ 3.5 ലിറ്ററേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് സെക്കൻഡിൽ അതിന് മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ മാക്സിമം എമൗണ്ട് ഓഫ് എയറിനെ പുറത്ത് കളയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഏകദേശം നോർമൽ അല്ലെങ്കിൽ നോർമലിന് മുകളിൽ നിൽക്കുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടിയെന്നിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് ഓക്കെ ആണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് ആണ് എന്നുള്ള ഒരു സൂചന കിട്ടുകയാണ്. അത് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ സ്പൈറോമെട്രി ഉപയോഗിച്ച് ഇവരുടെ വൈറ്റൽ കപ്പാസിറ്റി എത്ര നിൽക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെഷർ ചെയ്ത് എടുക്കണം. ആദ്യ സ്റ്റെപ്പിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് കേട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കൃത്യമായിട്ട് പിക്ചോറിക്കലായിട്ട് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് സ്കീമാറ്റിക്കായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതൊന്ന് മെൻഷൻ ചെയ്ത് വിട്ടത്. ഓക്കെ, താങ്ക് യു.